അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മീൻ വളത്തിലെ എല്ലാ കർഷകരും നേരിടുന്ന പ്രധാന പ്രശ്നത്തെ കുറിച്ചാണ് കേട്ടോ. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മീൻ കൊണ്ടുവരുമ്പോൾ തന്നെ അതിലൊരു ഫംഗസ് എന്നൊരു അണുബാധ അതിന് കൂടെ തന്നെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പോണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എയർപോർട്ട് സീഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ നമ്മൾ ട്രാവലിംഗ് ആണ്, വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ തട്ടലും മുട്ടലും കൊരസലൊക്കെ ആയിട്ട് മേലിന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവും. അത് പിന്നെ ഫംഗസായി മാറും. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 90% മീനും വന്നു കഴിഞ്ഞാൽ ചത്തുപോകാൻ നല്ലോണം ചാൻസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പൊ അതിനുള്ള പോംവഴികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫംഗസ് ഉള്ള മരുന്ന് കൊടുക്കുക കേട്ടോ. എയർപോർട്ട് സീഡ് ആണെന്ന് വെച്ചാൽ മസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആദ്യത്തെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ചയെങ്കിലും മാക്സിമം നമ്മൾ ടെട്രാസൈക്ലിൻ രാവിലെ തന്നെ അവരുടെ ഫുഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് വല്ലാർപ്പാടത്തുനിന്നായതുകൊണ്ട് തന്നെ അധികം ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ട്രാവലിൽ വരുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും മുറി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഫംഗസ് ആവാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആണ് ടെട്രാസൈക്ലിൻ കൊടുക്കുന്നതിൻ്റെ കേട്ടോ. ടെട്രാസൈക്ലിൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു 1000 മീൻ ഉണ്ടെങ്കിൽ 2 ടാബ്ലറ്റ്, കുഞ്ഞു മീൻ അതായത് ഒരു 2 ഇഞ്ച് വലുപ്പം വരെ നമുക്ക് 2 ടാബ്ലറ്റ്, 1000 മീനുകൾക്ക് 2 ടാബ്ലറ്റ് ഇട്ടാൽ മതി. അതിന് ശേഷം കുറച്ച് വലുപ്പം കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടണം കേട്ടോ. അപ്പൊ ഏകദേശം 2 ടാബ്ലറ്റ് നമ്മളിത് അവിടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം കേട്ടോ, ലേശം വെള്ളം ഒഴിക്കാം. ഇതുണ്ടോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമ്മുടെ തീറ്റിട്ട് കൊടുക്കണം. നമ്മുടെ 0.8 ആദ്യം സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്നത് ഈ 0.8 തീറ്റയാണ്. അപ്പോൾ നമ്മളത് ആവശ്യത്തിന് ഒരു നേരം കൊടുക്കാനുള്ള തീറ്റ നമുക്ക് അതിലിടാം കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ അത് മിക്സ് ചെയ്ത് ആ തീറ്റിലെ എല്ലാ ഭാഗത്തേക്കും അതൊന്നും രീതിക്കൊന്ന് മിക്സ് ചെയ്യണം. അതുപോലെ നമ്മുടെ തീറ്റിയിൽ മരുന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെയിലുള്ള സമയം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അധികം പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ മഴക്കാലം ഇതൊന്നും ഉണക്കാനുള്ള വഴിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാ, മീനുകൾക്ക് ഫുൾ ആക്റ്റീവാണ്. രാവിലെ തന്നെ തീറ്റയ്ക്കുള്ള വെപ്പളത്തിലാണ്. നമുക്ക് തീറ്റ പെട്ടെന്ന് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് തന്നെ അത് എടുക്കുകയും ചെയ്യും. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കണം, മരുന്നായതുകൊണ്ടില്ലേ. നമ്മുടെ തീറ്റ കാര്യങ്ങളൊക്കെ മീനുകൾ കംപ്ലീറ്റ് ആയി എടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ ശേഷം അടുത്താണ് പൊട്ടാസ്യം പെർമാനേറ്റ് ഒന്ന് കലക്കിയിട്ട് വെള്ളത്തിൽ ഒഴിക്കണം. ആദ്യത്തെ ഒരാഴ്ച ഡെയിലി നമുക്ക് ഓരോ ബക്കറ്റ് വെള്ളം ഇതുപോലെ കലക്കിയിട്ട് രാവിലെ അത് തീറ്റ എടുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 2 ആഴ്ച ആയതുകൊണ്ട് നമ്മളിപ്പോൾ 1.5 അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 1-2 ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റ് കലക്കി ഒഴിക്കുകയുള്ളൂ. ഏകദേശം ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇടുക. നമ്മുടെ കൈ കാണുന്ന പോലെ ഏകദേശം ഇങ്ങനെ ഇതുപോലെ നമ്മുടെ കൈ വിസിബിളായി കാണുന്ന രീതിക്കാണ് പൊട്ടാസ്യം പെർമാനേറ്റ് കലക്കേണ്ടത്. ഇത് അത്യാവശ്യം നല്ലപോലെ വെള്ളമുള്ളതുകൊണ്ട് കുറച്ച് ഡാർക്ക് ആയാലും കുഴപ്പമൊന്നും വരാനില്ല. ഇത് നല്ലൊരു അണുനാശിനിയാണ്. അപ്പം മീനുകളുടെ മേലെ ഏതെങ്കിലും രീതിയിലുള്ള ഫംഗസോ അങ്ങനെ എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത്. നമ്മുടെ നഴ്സറി പോണ്ടിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് വേണം നമുക്ക് പൊട്ടാസ്യം പെർമാനേറ്റ് കലക്കി ഒഴിക്കാൻ കേട്ടോ. അതേപോലെ തന്നെ എയറേഷൻ മസ്റ്റ് ആണ്. ആദ്യത്തെ ഒരു 2 ആഴ്ച കറക്റ്റായിട്ട് എയറേഷൻ നന്നായിട്ട് കൊടുക്കും. പിന്നെ കുഞ്ഞു പോണ്ടല്ലേ, കുഞ്ഞു പോണ്ടതുകൊണ്ട് ഒരു 1000 മീനുണ്ട്. അതുകൊണ്ട് എയറേഷൻ മസ്റ്റ് ആണ്. രാത്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു 8 മണി വരെയൊക്കെ എയറിന്റെ പ്രശ്നം നമുക്ക് മീനുകൾക്ക് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒരു 8 മണി വരെയൊക്കെ നമുക്ക് എയറേഷൻ നിർത്താതെ കൊടുക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം. ഞാൻ നഴ്സറി പോണ്ടിലിട്ട് വളർത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ഡാമേജ് വരിക അല്ലെങ്കിൽ മീനുകൾ ചത്തുപോകുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. വലിയ പോണ്ടിലാണെച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഏകദേശം 1.5 മാസം അല്ലെങ്കിൽ 1 മാസം മസ്റ്റായിട്ട് നമ്മൾ നഴ്സറി പോണ്ടിലിട്ട് മീനുകളെ വളർത്തുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് മീനുകൾക്ക് വരുന്ന ഫംഗസ് കാര്യങ്ങൾ എങ്ങനെ മാറ്റാന്നുള്ളതാണ്.
ഫംഗസിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ പോലെ ആ പൊട്ടാസ്യം പ്രമാരിന്റെ വെള്ളം ഒന്ന് ഒഴിക്കുക. ആദ്യമേ മീൻ കൊണ്ടുവരുമ്പോൾ ഡിപ്പ് ചെയ്ത് ഇറക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതിനുശേഷം വരുന്ന ഫംഗസ് ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ടെട്രാസൈക്ലിൻ അത് ഒരാഴ്ച മസ്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ എയർപോർട്ട് സീഡിന്റെ കാര്യം പറയേ വേണ്ട. എയർപോർട്ട് സീഡാണ് കൊണ്ടുവരുന്നെങ്കിൽ മസ്റ്റ് ആയിട്ട് 2 വീക്കെങ്കിലും ടെട്രാസൈക്ലിൻ കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ ഈ എയറേഷന്റെ കാര്യം, ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ നഴ്സറി പോർട്ടൽ നോക്കാനുള്ളത്. പിന്നെ മീനുകൾ ഏതെങ്കിലും ചത്തു പോകുന്നുണ്ടോ, ഇടയ്ക്കൊന്ന് വന്നിട്ട് ഒരു 5 നേരം തീറ്റ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്കറിയാം മീനുകൾ ഏതെങ്കിലും ചത്തു പോകുന്നുണ്ടോ, ആക്റ്റീവായിട്ട് തീറ്റ എടുക്കുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മരുന്നുകളുണ്ട്, ഒരുപാട് മരുന്നുകളുണ്ട്. പിന്നെ മെത്തലിൻ ബ്ലൂ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഫംഗസ് ഉള്ളതിനെ കണ്ടിട്ട് മാറ്റിയിട്ട് കുറച്ച് മെത്തലിൻ ബ്ലൂ ഒഴിച്ചു കൊടുത്താൽ ആ വന്നതൊക്കെ പെട്ടെന്ന് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കിരിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ മീൻ വളർത്തലിന്റെ ഒരുപാട് സ്റ്റെപ്പുകൾ, ഇപ്പോൾ നമ്മുടെ വല്ലാർപ്പാടത്ത് മീൻ കൊണ്ടുവന്നതിന്റെ ആ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ മീനൊന്ന് വലുതായതിനു ശേഷം ആ മീനിന്റെ വളർച്ച കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ ആ വീഡിയോ ഇടാറുണ്ട് കേട്ടോ. ഇത് കാണണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വയ്ക്കുക. മീൻ വളർത്തലിന്റെ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീൻ, നിങ്ങളുടെ സ്വന്തം തേങ്ങാക്കൊല.